Good morning guys, welcome back to another video. It's 8 o'clock in the morning. ഇന്ന് നമ്മൾ പോണത് ബാംഗ്ലൂരിൻ്റെ അടുത്ത് നിന്നൊരു 100 കിലോമീറ്ററോളം ദൂരത്തിലുള്ള കർണാടക, ആന്ധ്ര ആൻഡ് തമിഴ്നാട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രാമത്തിലെ ഒരു പെർട്ടിക്കുലർ ഹിൽ സ്റ്റോപ്പിലേക്കാണ്, ഒരു പെർട്ടിക്കുലർ ഹിൽ ടോപ്പിലുള്ള ഒരു ടെമ്പിൾ, ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്ഥലത്തിൻ്റെ പേരാണ് മല്ലപ്പക്കൊണ്ട. ഇറ്റ്സ് അറൗണ്ട് 100 കിലോമീറ്റേഴ്സ് ഫ്രം ബാംഗ്ലൂർ. ഇച്ചിരി നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചായിരുന്നു, പക്ഷേ ഉറങ്ങിപ്പോയി. ടു ബി ഓണസ്റ്റ് ഉറങ്ങിപ്പോയി. ആൻഡ് ചൂട് തുടങ്ങിയിട്ടില്ല ഇതുവരെ. നല്ല ചൂടാണ് ബാംഗ്ലൂരിലൊക്കെ. എസ്പെഷ്യലി നമ്മൾ ഇപ്പം ആന്ധ്ര സൈഡിലേക്ക് പോകുമ്പം ചൂട് കൂടുതലായിരിക്കും. ലെറ്റ്സ് ഹോപ്പ് എവറിത്തിങ് ഈസ് ഫൈൻ ആൻഡ് ലെറ്റ്സ് റൈറ്റ്. നമ്മൾ പോണ റോഡ് ബാംഗ്ലൂർ കോലാർ ഹൈവേയിലാണ്. നമ്മൾ KGF എത്തിയിട്ട് അവിടുന്ന് ഡീവിയേഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ്. നമ്മൾ ഹൈവേസ് ഒക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ഇതേപോലെ സിംഗിൾ ലൈൻ ആയിരിക്കും. സിംഗിൾ ലൈൻ അല്ല, വൺ വേ ആയിരിക്കത്തില്ല. റോഡ് കുറച്ചുകൂടി നാരോ ആയിരിക്കും. പക്ഷെ ഞാൻ വന്നിട്ടുണ്ട് മുൻപേ, വളരെ മുൻപേ. ഇവിടെ നല്ല സീനറി കാര്യങ്ങളൊക്കെ ഉള്ള റോഡ് പോലെയാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ മുമ്പേ നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് നോക്കട്ടെ. നല്ല റോഡ് കേട്ടോ. റോഡ് നല്ല 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 ഭംഗിയുള്ള റോഡ്, നല്ല ഭംഗിയുള്ള സറൗണ്ടിങ്സ്. ഒരു 20 കിലോമീറ്റേഴ്സ് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ KGF എത്തി. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ കുറച്ച് ഡീവിയേഷൻ കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മളപ്പം ചൂട് തുടങ്ങി. ഒബ്വിയസ്ലി നമ്മളിപ്പം ആന്ധ്ര സൈഡിലേക്കല്ലേ പോകണം. ടുവേർഡ്സ് ആന്ധ്ര എപ്പോഴും ചൂടായിരിക്കും. ഇപ്പം 9:15 ആയിട്ടേ ഉള്ളൂ. ഓൾറെഡി ഐ ക്യാൻ ഫീൽ ദ ഹീറ്റ്. നമ്മളിപ്പം ബംഗാർപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഒരു ചെറിയ ടൗണാണ്. KGFന് അടുത്തുള്ളൊരു ടൗണാണ്. നമുക്കിനി മുമ്പോട്ടേക്ക് തന്നെ പോകണം. വേടോ അയാക്കെ ആക്തിനുണ്ടോ? നമ്മൾ കോലാർ ഗോൾഡ് ഫീൽഡ്സ്, അതായത് നമ്മളെ സ്വർണ്ണ ഖനികളൊക്കെ ഒരുപാടുള്ള ആ ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഹാഫ് ആൻ അവർ മോർ. ടു ബി ഓണസ്റ്റ് അല്പം പേടിച്ചിട്ടാണ് ഓടിക്കുന്നത്. കഴിഞ്ഞ ഒരു 5-8 കിലോമീറ്റർ ആയിട്ട് ഇതേപോലത്തെ സ്ഥലമാണ്. ഒറ്റ മനുഷ്യനില്ല. കണ്ട, വെൽക്കം ടു ആന്ധ്രാപ്രദേശ്. നമ്മൾ കർണാടക കഴിഞ്ഞു, ആന്ധ്രാപ്രദേശ് എത്തി. എന്തുണ്ടല്ലോ, കർണാടക കഴിഞ്ഞൊരു ആന്ധ്രാപ്രദേശ് എത്തി. നമ്മളെ ഈ ട്രിപ്പിലെ ആദ്യത്തെ ആന്ധ്ര വില്ലേജ്. ഈ വില്ലേജിൻ്റെ പേരാണ് ഗ്രാമലു. എനിക്ക് തോന്നുന്നത് അത് തന്നെ കേട്ടോ നമ്മളെ ലൊക്കേഷൻ, നമ്മളെ ഡെസ്റ്റിനേഷൻ. കാണുന്നല്ലോ, മേലെ കുറച്ച് ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. റോഡ് പോലെ കുറച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കാണുന്നുണ്ട്. പക്ഷേ നല്ല വെയിലാണ്. ഒരു ഷെയ്ഡ് ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ്. 3 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ, അപ്പോൾ അതിൻ്റെ മേലെ തന്നെയാണ് നമ്മുടെ സ്ഥലം. അത് തന്നെ. നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പറയാൻ വിട്ടുപോയി, ഈ മല്ലപ്പക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര മൂന്നിൻ്റെയും ജംഗ്ഷനാണ്. അമ്മയുടെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ആന്ധ്ര, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക, റൈറ്റ് സൈഡ് തമിഴ്നാടാണ്. അപ്പോൾ 3 സ്റ്റേറ്റും ജോയിൻ ആവുന്ന ഒരു
ഒരു ഹിൽ സ്റ്റേഷനാണ്. ഭയങ്കര ചൂടാണ്. വെള്ളം നമുക്ക് ജാക്കറ്റിനകത്ത് വയ്ക്കാം, ഇത്തിരി കൂളാവട്ടെ. ഇത് ആക്ച്വലി ഒരു മൈനർ ഘാട്ട് സെക്ഷൻ തന്നെയാണ്. ഹെയർ പിൻ ബെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പ്രോപ്പർ ഹെയർ പിൻ ബെൻസ് തന്നെ. ഏർലി മോർണിംഗില്ലേ സൺസെറ്റ് കാണാൻ വന്നാൽ നല്ലതായിരിക്കും. മേലേക്ക് ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട് മേലേക്ക്, അതുകൊണ്ട് വലിയ ചൂട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല മേലെ എത്തുന്നോറും. നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാൻ തുടങ്ങി ഇപ്പോൾ തന്നെ ഓൾറെഡി. കൊള്ളാലോ. ഓക്കെ, നമ്മൾ അതിൻ്റെ ടോപ്പ് ഇപ്പോൾ കണ്ടു തുടങ്ങി. അതാണ് അതിൻ്റെ ടോപ്പ് സൈഡ്. കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ലോക്കൽ ഒരു അങ്കിളായിട്ട് സംസാരിച്ചായിരുന്നു. കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. ഇപ്പോൾ ഈ അടുത്താണ് ഇങ്ങനെ ഡെവലപ്പായി തുടങ്ങിയെന്ന് പറയുന്നു. നമ്മൾ ടോപ്പ് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ട്. എത്തിയാ? യെസ്. ഓ ടു മെനി പീപ്പിൾ. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ് മീൻസ് നല്ല വെയിലാണ്. പക്ഷെ ചൂടധികമല്ല. കാരണം വെച്ചാൽ നല്ല കാറ്റടിക്കുന്നുണ്ട് അവിടെ. മലയുടെ മേലായ കാരണം ഞാൻ മലയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം ഒരു വാക്ക് അറൗണ്ട് തരാം. ഇവിടെ ഒരു ടേബിൾ ടോപ്പാണ് ആക്ച്വലി. ഒരു ടേബിളിൻ്റെ മേലെ ഒരു ക്ഷേത്രമുണ്ട് പിറകിൽ കാണാം നിങ്ങൾക്ക്. ക്ഷേത്രം ഇപ്പം നട അടച്ചു. ഇപ്പം കുറച്ച് ഞാൻ വന്ന സമയത്ത് പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നടയൊക്കെ അടച്ച് ഇപ്പം ആൾക്കാരൊക്കെ പോയി. ഞാൻ വന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഒരു 30-40 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. വെയിലാധാരണമായിരിക്കും. ഇവിടെ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ വന്നിട്ട് 1/2 മണിക്കൂറായി. കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരുന്ന് ചില്ല് ചെയ്തു. ഇനി നമുക്ക് ഈ അമ്പലത്തിൻ്റെ പിറകിലായിട്ട് അവിടെ ഒരു ശിവലിംഗം മേലെ കാണാം നിങ്ങൾക്ക്. അവിടെ പോകണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് വെയിലൊന്ന് താഴട്ടെന്ന് വെച്ച് ഒരു 12:30 1 o'clock അടുത്തായി. അപ്പം വെയിലൊക്കെ ഒന്ന് താണതിന് ശേഷം അവിടേക്കൊന്ന് പോയി തിരിച്ചിറങ്ങി പിന്നെയും കുറച്ച് റെസ്റ്റ് ചെയ്ത് ഈ വെയിലൊക്കെ മാറിയിട്ട് എന്തായാലും തിരിച്ച് പോകുന്നുള്ള കാരണം ഭയങ്കര വെയിലാണ്. അപ്പം നമുക്കിനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുന്നിൻ്റെ മേലേക്ക് പോവാം. ഇതാ അതിൻ്റെ മേലേക്ക്. ലെറ്റ്സ് വാക്ക്. സോ സൈലൻ്റ് അല്ലേ. അവിടെയായിട്ട് 1-2 ലേക്ക് കാണാം. അവിടെ ഒരു ലേക്കുണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ടൊരു ലേക്ക് കാണാം. അവിടെ ഒരു ലേക്ക് കാണാം. അഡ്വഞ്ചർ. കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ വേണ്ട, നേരെ താഴേക്ക്. കെയർഫുള്ളി കയറട്ടെ. ടോളസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ഇതാണെന്ന് തോന്നുന്നു. അത് കാണുന്നില്ല, എല്ലാം താഴെയാണുള്ളത്. നല്ല വെയിലാണെങ്കിലും കാറ്റടിക്കുന്നത് കാരണം പറഞ്ഞത് നല്ല വെയിലാണെങ്കിലും കാറ്റടിക്കുന്നത് കാരണം വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങി ആലോചിക്കുമ്പോൾ നമ്മുടെ താഴേക്ക് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച ഒരു കാണുമ്പോൾ അടുത്താണെങ്കിലും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത്തിരി ടഫറാണ്. ബാഡ് ന്യൂസ്, എൻ്റെ ഗോപ്രോൻ്റെ മൗണ്ട് പൊട്ടി. അത് കാരണം ഇനി അങ്ങോട്ടേക്ക് നോ ഗോപ്രോ വീഡിയോ. ഐ ഹാവ് ടു ഗോ ഹോം ആൻഡ് ഫിക്സ് ഇറ്റ്. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഓക്കെ, ഓൾമോസ്റ്റ് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്. എന്താണെങ്കിലും അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായമാണെങ്കിലും മോശം അഭിപ്രായമാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം.